ഹലോ ചങ്ങന്മാരെ, അപ്പൊ ഞാൻ ഇന്ന് നേരെ ഉള്ളാള ദർഗ പൊരലി മുണ്ടാതിരിക്കുമ്പോക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാൻ തോന്നി. മനസ്സിക്ക് ചെറുങ്ങനെ ഒരു ബേജാറ് പോലെ. ഉള്ളാളത്ത് പോയിട്ട് സിയാർത്തെല്ലാം കിട്ടാകുമ്പോൾ മനസ്സിക്ക് വലിയൊരു റാഹത്ത് കിട്ടും. അനുഭവം ഉള്ളത് കൊണ്ടാണ് ചെല്ലുന്നത്. അങ്ങനെ ഫൈനലി ഉള്ളാളം ദർഗയിലേക്ക് എത്തി. ഇതിന്റെ എൻട്രൻസിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ മനസ്സിക്ക് വലിയൊരു സമാധാനം കിട്ടും. ഇതാണ് ഉള്ളാളത്തെ പള്ളി. ഉള്ളാളത്തെ പള്ളി കാണാത്തോറും ആരും ഇരിക്കല. ചെറിയ ചെക്കിടാക്കൾ തന്നെ ഫസ്റ്റ് കൊണ്ടുവരുന്ന കൊടുക്കാനല്ലേ. അപ്പൊ നമുക്ക് പള്ളിന്റെ ഉള്ളിലേക്ക് പോയാലോ. ഇതാണ് ഉള്ളാളം പള്ളിന്റെ ഉള്ളിലുള്ള കാഴ്ച. അപ്പോ ഇതാണ് സയ്യിദ് മദനി വലിയുള്ളയുടെ ദർഗ ഷരീഫ് മഹാം. കൂടെ വന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങളെല്ലാം ചെല്ലും കൊണ്ടല്ലേ വലിയൊരു സമാധാനവും റാഹത്തും കിട്ടും. അങ്ങനെ സിയാർത്തെല്ലാക്കിട്ട് നേരെ കഞ്ഞി കുടിക്കാൻ ചട്ടിക്കഴിഞ്ഞ് നോക്കുമ്പോ നമ്മളെ ചങ്ങായി ഇവിടെ ഉണ്ട്. ഓനൊരു ഹായം കൊടുത്തിട്ട് നേരെ കഞ്ഞി കുടിക്കാൻ. കഞ്ഞിയും ചെല്ലുമ്പോണ്ടല്ലേ പണ്ട് തന്നെ ഇവിടെ വന്നിട്ട് കുറെ ആദത്തായി. പണ്ട് സ്കൂളിൽ നിന്ന് നേരെ ഉച്ചക്ക് കൂടെക്കാണ് കഞ്ഞി കുടിക്കാൻ വരുന്നത്. കാരണം ഞാൻ ഉള്ളാലത്ത് ഭാരത് സ്കൂളിലാണ് പഠിച്ചത്. സ്കൂളിൽ ചോറ് വെച്ച ചരിത്രം തന്നെ ഇല്ല. ഉള്ളാൽ തന്നെ കഞ്ഞി കുടിച്ചത്. അങ്ങനെ ഫൈനലി എനക്കും കഞ്ഞി കിട്ടി. അപ്പൊ നമ്മളെ പണ്ടത്തെ ട്രിക്സ് പോലെ ഉപ്പേരി ആരെ കയ്യിലുണ്ട് ഓരെടുത്ത് പോയിട്ട് ഞാൻ മേരിക്കണം. അപ്പൊ ഞമ്മക്കും ഉപ്പേരി കിട്ടും. അങ്ങനെ ഒരാളെടുത്ത് പോയിട്ട് ഇരുന്ന് ഞനക്കും ഉപ്പേരി കിട്ടി. ഉപ്പേരിയും കഞ്ഞി കുടിച്ചിട്ട് കിട്ടുന്ന ഒരു റാഹത്തുണ്ടല്ലേ, ഏത് മന്തി ബിരിയാണിക്കും വരല. അങ്ങനെ കഞ്ഞിയെല്ലാം കുടിച്ചിട്ട് കഴിഞ്ഞ് നമ്മളെ ഉള്ളാളത്തെ ഫ്യൂച്ചറിൽ വരുന്ന ഒരു പള്ളിന്റെ ഒരു നക്ഷ ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ ഉണ്ട് കാണാൻ, നല്ല ഭംഗിയുള്ളൊരു പള്ളിയല്ലേ. അപ്പൊ ഓക്കെ, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.